നല്ല പഴുത്ത നേന്ത്രപ്പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പഴുത്ത നേന്ത്രപ്പഴം നോക്കിയിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോളൂ. അത് ഇതുപോലെ കട്ട് ചെയ്ത് മിക്സറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ടുണ്ട്. കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടകളില്ലാതെ അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് വറുത്തെടുത്ത അരിപ്പൊടി തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കുറച്ചായിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആദ്യം അരക്കപ്പ് ചേർത്തു. അതിനുശേഷം ഞാനിവിടെ നോക്കിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് കുഴച്ചെടുക്കാനായിട്ട് എനിക്ക് 1 കപ്പും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ആവശ്യമായിട്ട് വന്നത്. അത് നമ്മൾ ഉപയോഗിക്കുന്ന പഴത്തിലെ വ്യത്യാസമൊക്കെ അനുസരിച്ച് ചിലപ്പോൾ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് മാത്രം കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. ഒരുപാട് ഹാർഡായി പോവരുത്. അപ്പോൾ നമ്മളുടെ ഉരുളകളും ഹാർഡായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം. ഒരുപാട് വലുപ്പത്തിലല്ല, ചെറുതായിട്ടാണ് ഞാനിവിടെ ഉരുട്ടിയെടുത്തിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടായതുകൊണ്ട് തന്നെ ഇത് ഉരുട്ടിയെടുക്കാനൊന്നും ഒരുപാട് ബുദ്ധിമുട്ടൊന്നും കാണില്ല. അപ്പോൾ ഇതാ ഇതെല്ലാം തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഏത് പാത്രത്തിലാണോ ആവി കയറ്റി എടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം നന്നായിട്ട് നെയ്യ് തടവിയിട്ട് അതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇനി ഇത് ആവി കയറ്റി എടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് സ്റ്റീമർ നേരത്തെ വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ച് 5 മുതൽ 10 മിനിറ്റ് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിൽ നല്ലപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 10 മിനിറ്റിൽ താഴെ മാത്രമാണ് ഞാൻ ഇത് വെച്ച് കൊടുത്തിരിക്കുന്നത്. നല്ല ചെറിയ ഉരുളകളാക്കി എടുത്തതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് വെന്ത് കിട്ടിക്കോളും. ഇതിങ്ങനെ തന്നെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് നുറുക്കിയിട്ടത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. കിസ്മിസൊക്കെ നന്നായിട്ടൊന്ന് പൊങ്ങി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ആ ഒരു നെയ്യിൽ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇതിലേക്കൊരു ചെറിയ മധുരത്തിനായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കരപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളകളും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ഉരുളകൾ കഴിക്കുമ്പോൾ ഈ ഒരു തേങ്ങയും അണ്ടിപ്പരിപ്പൊക്കെ കഴിക്കാൻ വേണ്ടി കിട്ടുമ്പോൾ നല്ലൊരു രുചിയാണ്. അപ്പോൾ ഇതാ ഇത്രയും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരുപാട് നേരം ഈ ഒരു നെയ്യിൽ കിടന്നിട്ട് സോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയണേ.